അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ ഈ ഭാഗത്തു നിന്നാണ് നമ്മളെ സ്റ്റാൻഡ് മാറ്റിയത്. സ്റ്റാൻഡ് കട്ട് ചെയ്തിട്ട് ഈ രണ്ട് സൈഡത്തെ സ്റ്റാൻഡുകളാണ് നമ്മൾ ബാക്കോട്ടാക്കിയത്. അപ്പോൾ ഇനി ഈ ഭാഗം നമുക്ക് ക്ലിയർ ആക്കാനുണ്ട്. എങ്ങനെയാ വെച്ചാൽ ഇവിടെ നമ്മളൊന്നെങ്കിൽ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, ഒന്നെങ്കിൽ ഇവിടെ ഫ്രിഡ്ജ് കേസ് വയ്ക്കുക, ഈ ഭാഗത്ത് കംപ്ലീറ്റ് ഫ്രിഡ്ജ് കേസ് വയ്ക്കുക, ഇല്ലെങ്കിൽ നമ്മൾ താർപോളിയൻ ടാങ്ക് ചെറുതായിട്ട് വയ്ക്കുക. ചില കഷ്ണമാക്കിയിട്ട് ചെറിയ ടാങ്കാക്കി വയ്ക്കുക. അപ്പോൾ അത് രണ്ട് നമ്മൾ തീരുമാനിക്കുന്നുണ്ട് എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ള. താർപോളിനെക്കാട്ടി ഒന്നും കൂടിയും ഫ്രിഡ്ജ് കേസ് ആയിരിക്കും നല്ലത്. പക്ഷെ എന്നാലും നമുക്കൊന്നും കൂടി ചിന്തിക്കണം. നമ്മളെ വേറെ ഫാമേഴ്സിൻ്റെയും ഒരു സെറ്റപ്പൊക്കെ കണ്ടിട്ട് അവരൊക്കെ ചെയ്ത് നോക്കി ഏതാണ് മെച്ചം അത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക, ഫാമിൻ്റെ ഉള്ളിൽ ഫ്രിഡ്ജ് കേസ് വെക്കുന്നതിൻ്റെ. അപ്പോൾ നമ്മൾ ഫൈറ്റർ ബീഡിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഫുള്ള് കച്ചറായി കിടക്കുകയാണ് കേട്ടോ. നമ്മൾ പാർസൽ പാക്കിങ് മാത്രമാണ് ഇവിടുന്ന് ചെയ്യുന്നത്, പിന്നെ സ്റ്റോക്കിങ്ങും ഉണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത പെയറിലാണ്. ഇവർക്ക് ബോട്ടിൽ വരെ സെറ്റാക്കിയിട്ടില്ല, ഗ്ലാസ് കിട്ടിയപ്പോൾ അതിലിട്ടാണ് റെഡ് സാമുറായി. ഇവർക്ക് വേണ്ടിയിട്ട് കൂത്താടി സെറ്റാക്കണം, കൾച്ചർ ചെയ്യണം. ഇവരെ ബ്രീഡിങ്ങും അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ തരാം. പിന്നെ നമ്മളെ സ്റ്റോക്കും കൂടി കാണിച്ചു തരാം. ഇത് മെറ്റലിലുള്ള മൊസൈക്ക്, പുതിയ ലൈനേജാണ്, കുറച്ചായിട്ട് ഇറങ്ങിയിട്ട് മാർക്കറ്റിൽ പുതിയ സ്ട്രെയിനാണ്. മെറ്റലിലുള്ള മൊസൈക്ക് ഒരു യെല്ലോയും റെഡ് ടച്ചും കൂടി കേട്ടോ വരിക. പിന്നെ ഇത് നമ്മളെ ടോപ്പസ് ബ്ലൂ. ഇത് കുറച്ച് ക്ലിയർ കുറവുണ്ട് കേട്ടോ, കാരണം വെച്ചാൽ അക്വേറിയം ഗ്ലാസ് ഒന്ന് തുടയ്ക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാട്ടുന്നുണ്ട്. പിന്നെ ഇത് ആൽബിനോ കോയി. പിന്നെ ഇത് നമ്മളെ മെറ്റൽ റെഡ് റോസ്റ്റേൽ. ഇത് അത്യാവശ്യം കുഞ്ഞുങ്ങളെ കിട്ടുന്ന വെറൈറ്റി കേട്ടോ. പിന്നെ ഇതിൽ മെറ്റൽ ബ്ലാക്കാണ്. ഇത് നിങ്ങൾക്ക് കാണുമെന്ന് അറിയില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മെറ്റൽ ബ്ലാക്കാണ്, ചെറിയ ഫോഗ് പിടിച്ചോണ്ടേ അത് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അത് നമ്മൾ പറയുന്ന നേരത്തിന് ഇത് മിൽക്കി വൈറ്റ്. അവരെ കറക്റ്റ് കളർ കാണണമെങ്കിൽ ഈ ബദാം ലീഫ് ഇട്ട വെള്ളം മാറ്റണം. നല്ല ക്വാളിറ്റിയുള്ള സാധനം കേട്ടോ മിൽക്കി വൈറ്റ്. പിന്നെ അത് നമ്മളെ ആൽബിനോ ജപ്പാനീസ് ബ്ലൂ ടൈൽ ഒക്കെ നല്ല ക്വാളിറ്റിയിലാട്ടോ നമ്മൾ സ്റ്റോക്ക് ചെയ്ത്. പിന്നെ ഇതിപ്പോൾ നമുക്ക് ഇന്ന് വന്നൊരു വെറൈറ്റിയാണ്, ലാവ റെഡ് മൊസൈക്ക് പറഞ്ഞിട്ടോ അതിൻ്റെ പേര്. ഇതിൻ്റെയൊക്കെ കറക്റ്റ് ഭംഗി കിട്ടണമെങ്കിൽ ഇവർക്ക് ആർട്ടിമിയും കാര്യങ്ങളൊക്കെ ഫീഡ് ചെയ്യുന്ന സമയത്ത് എടുക്കണം വീഡിയോസ്, എന്നാലും ഇവർ നല്ല ആക്റ്റീവായി നിൽക്കും, ഡോർസലൊക്കെ പൊന്തിച്ച് നിൽക്കും. പിന്നെ ഇത് ജർമ്മൻ യെല്ലോ ടക്സിഡോ കേട്ടോ. ചിലർ ജർമ്മൻ ബ്ലൂ ടക്സിഡോ പറയുന്നുണ്ട്, യെല്ലോ ടക്സ്. നമ്മളിവിടെ ആൽബിനോ ജർമ്മൻ യെല്ലോ ടക്സിഡോ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഇത് നമ്മൾ ഫുൾ ഗോൾഡ്. നമുക്ക് കുറേ നാളെ പാക്ക് ചെയ്ത് വിടാനുണ്ട് കേട്ടോ. നമ്മൾ HB ബ്ലൂ ഇവരൊക്കെ നാളെ പോവാനുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം സ്റ്റോക്കും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ വേണ്ടവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഓൾ പെയേഴ്സ് എല്ലാ ഐറ്റംസും 80 റുപ്പീസാണ്, പെയർ 80 റുപ്പീസാണ്. ഇനി നിങ്ങൾക്ക് ഈച്ച് വെറൈറ്റി ആയിട്ട് എടുക്കാം. എങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ 5 വെറൈറ്റി ഒരു കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാ വെച്ചാൽ ഇപ്പം 5 സ്ട്രെയിൻ എടുക്കുകയാണെങ്കിൽ 400 ആണ് റേറ്റ് വരുന്നത്. പിന്നെ ഷിപ്പിംഗ് ചാർജും ഉണ്ടാവും. 5 പെയർ 400 പ്ലസ് ഷിപ്പിംഗ് ചാർജ് അങ്ങനെ നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് വെറൈറ്റി വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇനി ഒരു വെറൈറ്റീനെ നിങ്ങൾക്ക് 5 പെയറായിട്ട് സെലക്ട് ചെയ്താലും ആ സെയിം റേറ്റ് തന്നെയാണ്, 400 ആണ് വരുന്നത്. ഇനിയിപ്പം സിംഗിൾ പെയർ വേണ്ടവർക്ക് പെയർ 100 വരും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഫൈറ്ററിൻ്റെയും പിന്നെ ഇവിടെ ടാങ്ക് സെറ്റിൻ്റെയും ബാക്കി എല്ലാ അപ്ഡേഷൻസും ഞാൻ വഴിയേ തരാം. അപ്പം നമ്മളതിൻ്റെ സെറ്റപ്പൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഒന്ന് വൃത്തിയിൽ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പം ബാക്കിയുള്ള ഒക്കെ നിങ്ങൾക്ക് സെറ്റാക്കി തരാം. ഓക്കെ, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്, എങ്ങനെയൊക്കെ ചെയ്താൽ ഒന്ന് ഉഷാറായി കിട്ടും എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അറിവും കാര്യങ്ങളൊക്കെ വേണമല്ലോ, എന്നാലാണല്ലോ നമുക്ക് കുറച്ച് കൂടുതൽ സെറ്റപ്പായിട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത് ചെയ്ത ആൾക്കാരുടെ അടുത്ത് നമ്മൾ ചോദിച്ചിട്ട് എയറേഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റാക്കി ചെയ്യാനുള്ള രീതിയാണ്. അപ്പോൾ നമ്മൾ ഈ ഗപ്പി ഫൈറ്റർ മാത്രമല്ല ഏഞ്ചലും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഫൈറ്ററിന് തന്നെ ഒരു 3-4 വെറൈറ്റി ഇപ്പം പ്ലക്കാർഡ്സ് ചെയ്യാനുള്ള പരിപാടിയാണ്. വരും വഴി നമ്മൾ പോയിസമും കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ സബ് ചെയ്ത് സഹായിക്കുക. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കൂടുതൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക.
ഇനി അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ വേറെ അപ്ഡേഷൻ ഇവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നുള്ള കാര്യങ്ങളൊക്കെ ഫുള്ള് പറഞ്ഞുതരാം. ഓക്കെ.